ഇന്നലെ വിധി പ്രസ്താവം കഴിഞ്ഞ ഗൂഢാലോചന കേസിൽ കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ ദിലീപ് വിരൽ ചൂണ്ടിയത് ഒരാളിലേക്കാണ്, തന്റെ മകളുടെ അമ്മയിലേക്ക്, മഞ്ജു വാര്യരിലേക്ക്. തനിക്കെതിരെയുള്ള ഗൂഢാലോചന അവിടെ തുടങ്ങിയെന്നാണ് ദിലീപിന്റെ ആരോപണം. അത് പെട്ടെന്നുള്ള പറച്ചിലല്ല എന്ന് ആർക്കും മനസ്സിലാകും. ആരിലേക്ക് വിരൽ ചൂണ്ടണമെന്ന് ആലോചിച്ച് ഉറപ്പിച്ചുള്ള പറച്ചിലാണ്. സൈബറിടങ്ങളിൽ വലിച്ചു കീറാൻ ആരെ ഇട്ടുകൊടുക്കണമെന്ന് ഉറപ്പിച്ചുള്ള പറച്ചിൽ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. ദിലീപ് കാത്തിരിക്കുന്നത് വിധിന്യായം വരാനാണ്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ദിലീപും രാമൻപിള്ളയും. അങ്ങനെയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയാണ് ദിലീപിന്റെ ആലോചന. കോടതിയിൽ നിന്ന് പുറത്തുവന്ന ദിലീപ് നടത്തിയ ആദ്യ പ്രതികരണത്തിൽ തന്നെ എന്തായിരിക്കും അടുത്ത നടപടി എന്നത് സുവ്യക്തമായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയിലേക്ക് പോകാനാണ് ദിലീപ് ആലോചിക്കുന്നത്. ദിലീപ് വിശ്വസിക്കുന്നത് പ്രോസിക്യൂഷനെതിരെ അതിഗുരുതരമായ പരാമർശങ്ങളും കണ്ടെത്തലുകളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് തന്നെയാണ്. തന്നെ ഈ കേസിൽ കുടുക്കാൻ ബോധപൂർവം ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് ദിലീപ് വിശ്വസിക്കുന്നത്. ഗൂഢാലോചനയുടെ ഇര താനാണ് എന്ന് ദിലീപ് പറയുന്നതിന്റെ അർത്ഥവും അതുതന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ തുടരന്വേഷണത്തിലാണ് ദിലീപ് പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. അതിൽ എറണാകുളത്തെ കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് നടന്നിട്ടുള്ള ആ സംഭാഷണങ്ങളും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കത്തുമൊക്കെ തന്നെയാണ് ദിലീപിനെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്നത്. ഈ കേസിലെ തെളിവുകൾ അത് കോടതി എങ്ങനെ വിലയിരുത്തിയിരിക്കുന്നു, ആ തെളിവുകൾക്കെതിരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വിമർശനങ്ങൾ, അല്ലെങ്കിൽ കോടതി ഏതെങ്കിലും തരത്തിൽ കടുത്ത നിലപാട് ആ വിധിന്യായത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതുകൂടി ചേർത്തുകൊണ്ട് അന്വേഷണ സംഘത്തിനെതിരെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ദിലീപ് ആലോചിക്കുന്നത്. ആ വിധി പ്രസ്താവം പുറത്തേക്ക് വന്ന ശേഷം അത് നിയോജകരുമായി കൂടിയാലോചിച്ച് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങളും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.